നമസ്കാരം. ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. പെൻഷൻ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് നോക്കാൻ പോകുന്നത്. ജൂൺ മാസം മുതൽ പെൻഷൻ ലഭിക്കുന്ന ആളുകൾക്ക് പെൻഷൻ പണം കൂടുന്നുണ്ടോ, അതുപോലെ തന്നെ പെൻഷൻ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ എന്താണ് സർക്കാർ പുതിയ തീരുമാനമെടുക്കുന്നത്, അതുപോലെ തന്നെ ഈ മാസം 21-ാം തീയതി മുതൽ തുടങ്ങുന്ന പെൻഷൻ മസ്റ്ററിങ്ങിന് എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ റെഡിയാക്കി വെക്കണം, എന്തെല്ലാം രേഖകളാണ് അതിന് വേണ്ടത്, എങ്ങനെയാണ് മസ്റ്ററിംഗ് പൂർത്തിയാക്കേണ്ടത് എന്നീ കാര്യങ്ങളെക്കുറിച്ചെല്ലാം വളരെ വിശദമായി നോക്കാം. അതിനു മുമ്പായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ചാനലിൽ ഒരു തരത്തിലുള്ള മത രാഷ്ട്രീയ കാര്യങ്ങളും വരുന്നതല്ല. ഗവൺമെൻറ്റിൽ നിന്ന് ലഭിക്കുന്ന സേവനങ്ങൾ, ആനുകൂല്യങ്ങൾ, അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസുകൾ വരുന്നത്. ശ്രദ്ധിക്കുക, ഗവൺമെൻറ് സേവനങ്ങളും അറിയിപ്പും എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം. ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് നോക്കുക. പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പെൻഷൻ മസ്റ്ററിങ്. ഈ വർഷത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ 2025 ജൂൺ 25-ാം തീയതി മുതൽ തുടങ്ങുകയാണ്. നിലവിലെ കിട്ടുന്ന വിവരങ്ങൾ അനുസരിച്ച് അക്ഷയ കേന്ദ്രങ്ങൾ വഴി മാത്രമായിരിക്കും മസ്റ്ററിങ് ഉണ്ടായിരിക്കുക. ഓരോ വ്യക്തിയും 30 രൂപ ഇതിന് നൽകേണ്ടി വരും. പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ആളുകളും, എല്ലാ തരത്തിലുള്ള പെൻഷൻ ലഭിക്കുന്ന ആളുകളും അക്ഷയ കേന്ദ്രങ്ങളിലോ അല്ലെങ്കിൽ അക്ഷയ കേന്ദ്രങ്ങൾ നേരിട്ട് നടത്തുന്ന മസ്റ്ററിങ് ക്യാമ്പുകളിൽ ചെന്ന് നമ്മുടെ വീട്ടിൽ പതിപ്പിക്കണം. അങ്ങനെ മസ്റ്ററിങ് പൂർത്തിയാക്കണം. എല്ലാ വർഷവും ചെയ്യുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകൾക്ക് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസുകൾ അറിയാം. എന്നിരുന്നാലും നമ്മുടെ ആധാർ കാർഡാണ് ഇതിന് വേണ്ട രേഖ. ആധാർ കാർഡ്, പെൻഷൻ ID എന്നിവയാണ് ഇതിന് ആവശ്യമുള്ള രേഖകൾ. നമുക്കറിയാം, നമ്മുടെ പെൻഷൻ ID ഇപ്പോൾ പല ആളുടെയും കൈവശം ഉണ്ടായിരിക്കില്ല. നമ്മൾ വെബ്സൈറ്റിൽ നിന്നും നമുക്ക് നമ്മുടെ പെൻഷൻ ID ലഭിക്കുന്നതാണ്. നിങ്ങളുടെ കയ്യിൽ പെൻഷൻ ID ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ആധാർ കാർഡുമായി നേരിട്ട് അക്ഷയ കേന്ദ്രം ചെന്ന് കഴിഞ്ഞാൽ അവിടെ നിന്ന് നിങ്ങൾക്ക് പെൻഷൻ IDയും അതുപോലെ തന്നെ മസ്റ്ററിങ് പൂർത്തിയാക്കാനും സാധിക്കും. നമ്മുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് നമുക്ക് മസ്റ്ററിങ് ID എടുക്കാൻ സാധിക്കുന്നുണ്ട്. നമ്മുടെ ഫോണിൽ പെൻഷൻ തിരച്ചിൽ എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ആധാർ നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്നും പെൻഷൻ ID ലഭിക്കുന്നുമുണ്ട്. മസ്റ്ററിങ് പൂർത്തിയാക്കാത്ത ഒരാൾക്കും പിന്നീട് യാതൊരു തരത്തിലുള്ള സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ലഭിക്കുകയില്ല. അതുകൊണ്ട് തന്നെ നിർബന്ധമായിട്ടും ഈ സമയത്തിൽ നാട്ടിലുണ്ടാവണം. നമുക്കറിയാം, നമ്മുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ചോ അല്ലെങ്കിൽ വെബ്സൈറ്റ് ഓൺലൈൻ വഴിയോ ഒന്നും ഇത് ചെയ്യാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ ആ സമയങ്ങളിൽ നമ്മൾ കേരളത്തിലുണ്ടായിരിക്കണം. അതിനനുസരിച്ച് നമ്മുടെ യാത്രകളും മറ്റു കാര്യങ്ങളും നമ്മൾ ക്രമീകരിക്കുക. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് ആധാർ കാർഡ്. നമ്മുടെ ആധാർ കാർഡുമായി ബന്ധപ്പെടുത്തിയാണ് മസ്റ്ററിങ് പൂർത്തിയാക്കുന്നത്. അതുകൊണ്ട് തന്നെ ആധാറിലെ ചെറിയ തെറ്റുകൾ പോലും നമുക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടേക്കാം. 2-3 വർഷമായി ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്യാത്ത ആളുകളാണെങ്കിൽ നിർബന്ധമായിട്ടും ഒന്ന് ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്യുക. നമ്മുടെ ഫിംഗർ പ്രിൻ്റ് എല്ലാം ഒന്ന് റെഡിയാക്കുക. അതുപോലെ തന്നെ നമ്മുടെ കൈവശമുള്ള മൊബൈൽ നമ്പർ നമ്മുടെ ആധാറുമായി ലിങ്ക് ചെയ്തെന്ന് ഉറപ്പ് വരുത്തുക. ഈ കാര്യങ്ങൾ മുൻകൂട്ടി തയ്യാറാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മസ്റ്ററിങ് ചെയ്യുന്ന സമയത്ത് മസ്റ്ററിങ് പൂർത്തിയാക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ നമുക്കറിയാം, ഇപ്പോൾ നിലമ്പൂർ ബൈ ഇലക്ഷൻ നടക്കുകയാണ്. മലപ്പുറം ജില്ലയിലെ ഒരു മണ്ഡലത്തിൽ ബൈ ഇലക്ഷൻ നടക്കുകയാണ്. അതിന് മുന്നോടിയായി തന്നെ ചിലപ്പോൾ പെൻഷൻ പണം കൂട്ടാനും സാധ്യത കാണുന്നുണ്ട്. സർക്കാർ ഇപ്പോൾ അതിൻ്റെ കാര്യത്തിൽ ആലോചനയാണ് നടക്കുന്നത്. നമുക്കറിയാം, ഇപ്പോൾ 1600 രൂപയാണ് പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ മെയ് മാസത്തിൽ നമുക്ക് 2 മാസത്തെ കുടിശ്ശിക കൂടി ലഭിച്ചത് കൊണ്ട് തന്നെ ഇനി 2 മാസത്തെ പെൻഷൻ കുടിശ്ശിക മാത്രമാണ് ഇപ്പോൾ ബാക്കിയുള്ളത്. അത് വരും മാസങ്ങളിൽ തന്നെ ലഭിക്കുമെന്നാണ് ഇപ്പോൾ സർക്കാർ വൃത്തങ്ങൾ പറയുന്നത്. അതിന് മുന്നോടിയായി തന്നെ പെൻഷൻ പണം 1600 രൂപയിൽ നിന്നും 1850 കൂടുമെന്നാണ് ഇപ്പോൾ അറിയുന്നത്. ഏതായാലും ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ അടുത്ത വീഡിയോസിലും അടുത്ത ദിവസങ്ങളും തന്നെ നമുക്ക് അറിയാൻ സാധിക്കുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് വെക്കുക. നമുക്കൊരു പുതിയ വീഡിയോസുമായി കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.